ഈ അന്വേഷണ കമ്മീഷൻ വയ്ക്കുകയും 32 കുറ്റങ്ങൾ ചാർത്തിക്കൊണ്ട് സുധാകരനെതിരെ നടപടിയെടുക്കാൻ മുതിരുകയും ചെയ്യുമ്പോഴാണ് അദ്ദേഹം പാർട്ടിയുമായി കലഹിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ സീറ്റ് കൊടുക്കാത്തതിൻ്റെ പേരിലല്ല. CPM-ൻ്റെ ഒരു കുന്തമന, അതായത് ജി സുധാകരനെതിരെയുള്ള CPM-ൻ്റെ ഒരു ചാട്ടുളി എന്നുള്ള രീതിയിൽ, അതിൻ്റെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ഒരു മുന്നണി പോരാളി എന്ന നിലയിൽ എച്ച്സലാം, ഒരു MLA എന്ന നിലയിൽ എച്ച്സലാം തന്നെയാണ് അതിന് നേതൃത്വം നൽകുന്നത്. അതേ ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് ആ പുന്നപ്ര വയലാർ സമരത്തിൻ്റെ നേതാവായിരുന്ന VS അച്യുതാനന്ദനെ അതേ പാർട്ടിയുടെ ആളുകൾ തന്നെ തോൽപ്പിച്ചതെന്നുള്ള ചരിത്രം കൂടിയുണ്ട്. നമസ്കാരം. റിസാല അപ്ഡേറ്റിൻ്റെ തെരഞ്ഞെടുപ്പ് അവലോകന പരിപാടിയായ ബിഗ് ഫൈറ്റിലേക്ക് സ്വാഗതം. മുതിർന്ന CPM നേതാവ് ജി സുധാകരൻ്റെ മത്സരരംഗത്തേക്കുള്ള രംഗപ്രവേശനത്തോടുകൂടി വലിയ രീതിയിൽ രാഷ്ട്രീയ ശ്രദ്ധ നേടിയൊരു മണ്ഡലമാണ് അമ്പലപ്പുഴ. അമ്പലപ്പുഴ മണ്ഡലത്തിൽ ജി സുധാകരൻ്റെ കടന്നുവരവോടുകൂടി പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയും പാർട്ടിയിലെ റിബൽ സ്ഥാനാർത്ഥിയും തമ്മിലുള്ള മത്സരം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. CPM-ൻ്റെ സ്ഥാനാർത്ഥിയായി എച്ച്സലാം ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു. അദ്ദേഹവും വിമത സ്ഥാനാർത്ഥിയായിട്ട്, സ്വയം സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് വിശേഷിപ്പിക്കുമ്പോഴും ഒരു വിമത സ്ഥാനാർത്ഥിയായിട്ട് കടന്നു വരുന്ന ജി സുധാകരൻ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ച അത്തരത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു മണ്ഡലം. ആ മണ്ഡലത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ബിഗ് ഫൈറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമസ്കാരം. ബിഗ് ഫൈറ്റിലേക്ക് സ്വാഗതം. നമ്മൾ അമ്പലപ്പുഴ മണ്ഡലത്തെക്കുറിച്ചാണല്ലോ ചർച്ച ചെയ്യുന്നത്. അമ്പലപ്പുഴ മണ്ഡലം വലിയ രീതിയിൽ ചർച്ചയാവാനുള്ള പ്രധാന കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജി സുധാകരൻ്റെ മത്സരരംഗത്തേക്കുള്ളൊരു കടന്നുവരവാണ്. ജി സുധാകരൻ മത്സരരംഗത്തേക്ക് കടന്നു വരുന്നു എന്ന് മാത്രമല്ല, വലിയ രീതിയിലുള്ളൊരു കടന്നുവരവാണ്. വലിയ നാടകീയമായിട്ട് അദ്ദേഹം തൻ്റെ തെരഞ്ഞെടുപ്പിലേക്കുള്ള രംഗപ്രവേശം പ്രഖ്യാപിക്കുന്നു. ഒരുപക്ഷെ പാർട്ടി മാറ്റി നിർത്തുമ്പോഴും ഞാനിവിടെ സിഗ്നിഫിക്കൻ്റ് ആണ്, എനിക്കിവിടെ ആളുകളുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടൊരു പോരാട്ടം കൂടിയാണ് ജി സുധാകരൻ്റേത്. ജീവിതത്തിൻ്റെ സായാഹ്നത്തിലെത്തി നിൽക്കുമ്പോൾ പ്രതിഷേധ സ്ഥാനാർത്ഥിത്വമാണ്. അതെ, മറ്റ് നേട്ടങ്ങളൊക്കെ അദ്ദേഹത്തിന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. കാരണം അദ്ദേഹത്തെ പോലെ മുതിർന്നൊരു മനുഷ്യൻ ഈ ഒരു ഘട്ടത്തിൽ പാർട്ടിക്കെതിരെ തന്നെ ഒരു റിബലായിട്ട് രംഗത്ത് വരികയാണ്. അപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരു വിഷയമാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ജി സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വം ജി സുധാകരൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ LDF അല്ലെങ്കിൽ മൊത്തത്തിൽ CPM തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ എച്ച്സലാമിൻ്റെ സ്ഥാനാർത്ഥി അവിടെ പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ രണ്ട് തരം സ്ഥാനാർത്ഥികൾ, പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയും പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിട്ട് തിരിച്ചു വരുന്ന വിമത സ്ഥാനാർത്ഥിയും. ഈ രണ്ട് സ്ഥാനാർത്ഥികളാണ്. മറ്റുള്ളവരെല്ലാം അപ്രസക്തമാകുന്നൊരു കാഴ്ച. കോൺഗ്രസിന് അവിടെ സ്ഥാനാർത്ഥിയില്ല. UDF നിരുപാധികം ജി സുധാകരന് പിന്തുണയും നൽകുന്നു. അപ്പോൾ ഇത്തരത്തിൽ CPM-കാർക്കിടയിലുള്ള മത്സരം, CPM-കാരൻ എന്ന് ജി സുധാകരനെ പറയുന്നത് വളരെ ന്യായമായ ഒരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നത്. പൊളിറ്റിക്കലി കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. അദ്ദേഹം ആ പാർട്ടിക്ക് വേണ്ടി അവിടെ ഒരുപാട് പണിയെടുത്തിട്ടുള്ള, പാർട്ടിയോട് ചേർന്ന് നിന്നിട്ടുള്ള, ഇപ്പോഴും പാർട്ടിയെ കുറിച്ച് പാർട്ടിയുടെ മുഖമായി നിന്നിട്ടുള്ള, പാർട്ടി വിട്ടാൽ ഒരാൾ വർഗശത്രുവായി മാറില്ലേ, വർഗശത്രു എന്നാണ് CPM അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നതെങ്കിലും ജി സുധാകരനും എച്ച്സലാമും തമ്മിലുള്ള മത്സരത്തെ ഒരുപക്ഷെ രണ്ട് CPM-കാർ തമ്മിലുള്ള മത്സരമായിട്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആ മത്സരത്തിൽ പാർട്ടി എങ്ങനെ കൃത്യമായിട്ട് പാർട്ടിയുടെ ബലഹീനതകൾ കണ്ട് തിരിച്ചറിഞ്ഞ് ജി സുധാകരൻ പിന്തുണ കൊടുക്കുന്നതിലൂടെ CPM-നെ വീഴ്ത്താമെന്നാണ് UDF കണക്കാക്കുന്നത്. സത്യത്തിൽ ഇത് രണ്ട് CPM-മാർ തമ്മിലുള്ള മത്സരമല്ലേ? അങ്ങനെ പറയാൻ കഴിയില്ല. ഒരു CPM-ൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയും CPM വിട്ട് UDF-നോടൊപ്പം ചേരുന്ന ഒരാളും തമ്മിലുള്ള മത്സരം തന്നെയാണ്. അതിപ്പോൾ പല സ്ഥലങ്ങളിലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ പയ്യന്നൂരിൽ P. കുഞ്ഞികൃഷ്ണൻ അത്രയൊരു സ്ഥാനാർത്ഥിയാണ്, പാർട്ടിയുമായി തെറ്റിപ്പിരിഞ്ഞു പോയ ഒരാളാണ്. അതുപോലെ തന്നെ തളിപ്പറമ്പിൽ MV ഗോവിന്ദൻ്റെ ഭാര്യയായ PK ശ്യാമളയ്ക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തതിൽ പ്രതിഷേധിച്ച് പോകുന്ന ഗോവിന്ദൻ, ഇവരൊക്കെ തന്നെ പാർട്ടി വിട്ടവർ തന്നെയാണ്. അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തത്. എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വർഗശത്രുവിൻ്റെ പക്ഷം ചേർന്ന ആളുകളാണ്. എന്ത് വർഗസമരമാണ് ഇവിടെ നടത്തുന്നതെന്ന് നമുക്കറിയില്ല. എന്തായാലും വർഗശത്രുവായി മുദ്ര കുത്തപ്പെട്ട ആളുകളാണ്. പാർട്ടി സ്ഥാനാർത്ഥിയും പാർട്ടി വിരുദ്ധ സ്ഥാനാർത്ഥിയും തമ്മിലുള്ള മത്സരം തന്നെയാണ് അമ്പലപ്പുഴയിൽ നടക്കുന്നത്. ഈ അമ്പലപ്പുഴയിലെ മത്സരം നേരത്തെ ബിനോയ് പറഞ്ഞതുപോലെ ശ്രദ്ധിക്കപ്പെടുന്നത്, ഒരു ബിഗ് ഫൈറ്റായി മാറുന്നത് അവിടെ ജി സുധാകരൻ തൻ്റെ അത്രയും കാലം 63 വർഷക്കാലം പ്രവർത്തിച്ച ഒരു പാർട്ടിയോട് കലഹിച്ച് പുറത്തിറങ്ങുകയും ആ പാർട്ടിക്കെതിരെ സ്വയം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയുമാണ് ചെയ്തത്. അദ്ദേഹം പറയുന്നത്, ഞാൻ UDF-നോട് സഹായം പിന്തുണ അഭ്യർത്ഥിച്ചിട്ടില്ല, ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയാണ്, എൻ്റെ ജനങ്ങളോടുള്ള എൻ്റെ പക്ഷപാതിത്വം, എൻ്റെ എൻ്റെ പ്രത്യയശാസ്ത്രത്തോടുള്ള കൂറ്, ഇതൊന്നും ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല, ഞാൻ ജനങ്ങളോടൊപ്പമാണ്, അത് എനിക്ക് തെളിയിക്കാനുള്ളൊരു അവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ വിനിയോഗിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ UDF അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത് വളരെ സ്ട്രാറ്റജിക്കലായിട്ടൊരു മൂവാണ്, ഒരു പൊളിറ്റിക്കലായിട്ടുള്ള വലിയ ഒരു സ്ട്രാറ്റജിയാണ്. അതായത് ഈ അമ്പലപ്പുഴ മണ്ഡലത്തിൽ തന്നെ 3 തവണ തുടർച്ചയായി ജയിച്ച ഒരാളാണ് ജി സുധാകരൻ. 2006 മുതൽ 2016 വരെ
വിജയിച്ച ഒരാൾ, 2006-ലും 2011-ലും 2016-ലും തുടർച്ചയായി വിജയിച്ച ഒരാളാണ് ജി സുധാകരൻ. അത് മണ്ഡലത്തിലെ കാര്യം. അവിടെ 2001-ൽ ഡി സുഗതൻ്റെ കയ്യിലിരുന്ന, കോൺഗ്രസ്സുകാരനായ ഡി സുഗതൻ്റെ കയ്യിലിരുന്ന സീറ്റാണ് അദ്ദേഹം തിരിച്ചു പിടിക്കുക മാത്രമല്ല ആ സീറ്റിൽ ഭൂരിപക്ഷം ക്രമാനുഗതമായി വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ഇനി ജി സുധാകരൻ അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഒതുങ്ങുന്ന ഒരാളുമല്ല, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹം 2 തവണ മന്ത്രിയായിരുന്നു, പലതവണ ഈ മണ്ഡലത്തിൽ ഉൾപ്പെടെ പലതവണ MLA ആയ ഒരാളാണ്, ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഒരാളാണ്. അങ്ങനെ പലതരത്തിൽ CPM-നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അദ്ദേഹമാണ് പാർട്ടിയോട് കലഹിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നത്. അതും ഈ മണ്ഡലത്തിലെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൂടിയാണ് അദ്ദേഹവും CPM-ഉം തമ്മിലുള്ള പ്രശ്നം ആരംഭിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021-ലെ തെരഞ്ഞെടുപ്പിൽ H. സലാം എന്ന് പറയുന്ന അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹമാണ് ഇത്തവണ മത്സരിക്കുന്നത്. CPM സ്ഥാനാർത്ഥിയായി, LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സലാം തന്നെയാണ്. H. സലാമിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ രാഷ്ട്രീയ ഗുരു എന്നൊക്കെ പറയാവുന്ന ഒരാളാണ് ഈ ജി സുധാകരൻ. അല്ല, ഈ കഴിഞ്ഞ ദിവസം എച്ച് സലാമിൻ്റെ ഒരു ജി സുധാകരനെതിരെ CPM ജി സുധാകരൻ ഈ തീരുമാനമൊക്കെ പ്രഖ്യാപിച്ച ശേഷം CPM-ൻ്റെ നേതൃത്വം, CPM-ൻ്റെ പ്രാദേശികമായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ജി സുധാകരന് എതിരെ ഉണ്ടായിരുന്നു. അതിൽ എച്ച് സലാം പറയുന്നത് VS അച്യുതാനന്ദനെ ഡ്രാക്കുള എന്ന് വിളിച്ച ആൾ എന്നെ ഒരു പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് വിശേഷിപ്പിക്കുന്നതിൽ എച്ച് സലാമിനെ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് ജി സുധാകരൻ വിശേഷിപ്പിച്ചിരുന്നു. അപ്പോൾ എന്നെ ഒരു പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് വിശേഷിപ്പിക്കുന്നതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് ഈ CPM-ൻ്റെ ഒരു കുന്തമന, അതായത് ജി സുധാകരനെതിരെയുള്ള CPM-ൻ്റെ ഒരു ചാട്ടുളി എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ഒരു മുന്നണി പോരാളി എന്ന നിലയിൽ എച്ച് സലാം, ഒരു MLA എന്ന നിലയിൽ എച്ച് സലാം തന്നെയാണ് അതിന് നേതൃത്വം നൽകുന്നത്. അപ്പോൾ ഈ മണ്ഡലത്തിനെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കേണ്ടതുണ്ട് തോന്നുന്നു. ഈ മണ്ഡലത്തിൽ ആകെ 3 വട്ടമാണ് UDF സ്ഥാനാർത്ഥികൾ അധികാരത്തിൽ വന്നിട്ടുള്ളത്, അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുള്ളത്. ഒന്ന് 82-ഉം 87-ഉം, അത് V. ദിനകരനാണ്. പിന്നെ ഉള്ളത് അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ 2001 ഡി സുഗതനാണ്. ആകെ 3 വട്ടമാണ് മണ്ഡലത്തിൽ ആകെ ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുള്ളത്. മാത്രമല്ല ചരിത്ര പ്രാധാന്യം CPM-നെ സംബന്ധിച്ചിടത്തോളം പുന്നപ്ര വെടിവെപ്പ് നടന്നിട്ടുള്ള സ്ഥലം, പുന്നപ്ര സ്മാരകം ഒക്കെ നിലനിൽക്കുന്ന ഈ മണ്ഡലത്തിലാണ്. അപ്പം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മണ്ഡലത്തിൽ CPM-ന് ആധിയേറ്റുന്ന കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിലും CPM-നെ സംബന്ധിച്ച് വലിയ ഇപ്പോഴും ആ ആധി മാറിയിട്ടില്ല. അതിൻ്റെ കൂടെയാണ് കൂനിന്മേൽ കുരു എന്ന് പറയുന്ന പോലെ സുധാകരൻ്റെ ഈ പ്രശ്നം കൂടെ കടന്നു വരുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ മണ്ഡലത്തിൽ ഏറെ കാലങ്ങളായി നിലനിൽക്കുന്ന, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വളരെ ചരിത്ര പ്രാധാന്യമുള്ള LDF-നോടൊപ്പം എക്കാലവും ചേർന്ന് നിന്നിട്ടുള്ള വലിയ രീതിയിൽ LDF-ൻ്റെ കേന്ദ്രങ്ങൾ, കോട്ടകളുള്ള ഒരു മണ്ഡലം, ആ മണ്ഡലത്തിലേക്ക് പുന്നപ്ര പോലെ വലിയ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളുള്ള മണ്ഡലം, ആ മണ്ഡലത്തിൽ CPM-നെ സംബന്ധിച്ചത് അടി പതറുന്നുണ്ടോ? CPM-ൻ്റെ പ്രസക്തി നഷ്ടപ്പെടുന്നുണ്ടോ? CPM-ൽ നിന്ന് ആളുകൾ അകന്നു പോകുന്നുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടൊക്കെ ആ ഒരു ചർച്ച നേരത്തെ വന്നിട്ടുണ്ട്. BJP കൃത്യമായിട്ട്, NDA പക്ഷം കൃത്യമായിട്ട് അവരുടെ വോട്ട് വർദ്ധിപ്പിക്കുന്നു. കൃത്യമായിട്ട് CPM-ന് പല സ്ഥലത്തും കൈവിട്ടു പോകുന്നു. 5 പഞ്ചായത്തുകളിൽ പല സ്ഥലത്തും CPM-ന് തിരിച്ചടി നേരിടുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു നമ്മൾ ഈ ഒരു നിയമസഭാ മണ്ഡലത്തിൻ്റെ തന്നെ സ്ഥിതി പരിശോധിച്ചാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2006-ലാണ് ജി സുധാകരൻ ഡി സുഗതനെ തോൽപ്പിക്കുന്നത്. അന്ന് തോൽപ്പിക്കുന്നത് 11,929 വോട്ടിനാണ്. ഡി സുഗതൻ DCC പ്രസിഡൻ്റൊക്കെ ആയിരുന്നതാണ്. അതിനു മുമ്പ് ജയിച്ചിരുന്നത് ഡി സുഗതനാണ്. ഇനി നമ്മൾ 2011-ലേക്ക് വന്നാൽ ജി സുധാകരൻ തന്നെ വീണ്ടും മത്സരിക്കുന്നു. അദ്ദേഹം M. ലിജുവിനെ, കോൺഗ്രസിൻ്റെ ഇപ്പോൾ യുവ നേതാവൊക്കെയായി M. ലിജുവിനെ തോൽപ്പിക്കുന്നത് 16,580 വോട്ടിനാണ്. വീണ്ടും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയാണ്. 5,000 വോട്ടിലധികം ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നു. ഇനി 2016-ൽ വീണ്ടും ജി സുധാകരൻ മത്സരിക്കുന്നത് JDU-ലെ സ്ഥാനാർത്ഥിയായിരുന്ന ഷെയ്ഖ് P. ഹാരിസിനെതിരെയാണ്. അദ്ദേഹത്തിനെതിരെ മത്സരിക്കുമ്പോൾ സുധാകരൻ്റെ ലീഡ് 22,621 വോട്ടായി വലിയ തോതിൽ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും ഏകദേശം 5,000 വോട്ടിൻ്റെ വർധന ഉണ്ടാകുന്നു. ഇവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. 2021-ലെ തെരഞ്ഞെടുപ്പിലെത്തുമ്പോൾ സുധാകരൻ മാറി H. സലാമോടെ മത്സരിക്കുന്നു. ആ സമയത്ത് ലീഡ് 11,125 കുറയുകയാണ് ചെയ്യുന്നത്. അതായത് നേരെ പകുതിയോളമായി ലീഡ് കുറയുന്നു. ഇവിടെയാണ് ഈ CPM അന്വേഷണ കമ്മീഷൻ പ്രഖ്യാപിക്കുന്നത്. ജി സുധാകരനാണ് വോട്ട് കുറച്ചതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണ കമ്മീഷൻ വയ്ക്കുകയും 32 കുറ്റങ്ങൾ ചാർത്തിക്കൊണ്ട് സുധാകരനെതിരെ നടപടിയെടുക്കാൻ മുതിരുകയും ചെയ്യുമ്പോഴാണ് അദ്ദേഹം പാർട്ടിയുമായി കലഹിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ സീറ്റ് കൊടുക്കാത്തതിൻ്റെ പേരിലല്ല സുധാകരൻ പാർട്ടിയുമായി പ്രശ്നത്തിലാകുന്നത്. എളമരം കരീമും അതുപോലെ തന്നെ KJ തോമസും അടങ്ങിയ കമ്മീഷനാണ് ഈ തെളിവെടുപ്പ് നടത്തിയത്. അദ്ദേഹം പറയുന്നത് ആലപ്പുഴയിലെ മറ്റ് പല മണ്ഡലങ്ങളിലും വോട്ട് കുറഞ്ഞിട്ടുണ്ട്, പാർട്ടി സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ട്.
എന്തുകൊണ്ട് അമ്പലപ്പുഴയിൽ മാത്രം അന്വേഷണ കമ്മീഷൻ വെച്ചു? അന്വേഷണ കമ്മീഷൻ വെച്ച് തന്നെ പുറത്താക്കാനുള്ള ഗൂഢാലോചനയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് നമ്മൾ 2021 തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറഞ്ഞു എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു വസ്തുത കൂടിയുണ്ട്. ഒന്ന്, 2021 സ്ഥാനാർത്ഥി മാറിയിരിക്കുന്നു. 3 തവണ അവിടെ വോട്ട് ക്രമാനുഗതമായി വർദ്ധിപ്പിച്ച ജി സുധാകരനല്ല 2021 മത്സരിക്കുന്നത്. സുധാകരനെ അപേക്ഷിച്ച് അത്ര പ്രസക്തനല്ലാത്ത എച്ച് സലാമാണ് അവിടെ മത്സരിക്കുന്നത്. ഇവിടെ വേറൊരു കണക്ക് കൂടിയുണ്ട്. ആ കണക്ക് അനൂപ് ആൻ്റണി എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥിക്ക് 2021 ലഭിച്ച വോട്ട് 22,389 അതിന് മുമ്പുള്ള വോട്ടും 22,730 LP രാജേന്ദ്രൻ. അതായത് BJPയുടെ വോട്ട് വർദ്ധിക്കുകയും ലിജു എന്ന് പറയുന്ന സ്ഥാനാർത്ഥി കുറേ കൂടെ പ്രബലനായൊരു സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിൽ 2021 വരുമ്പോൾ. അങ്ങനെ ഈ 2 സ്ഥാനാർത്ഥികൾക്കുമായി വോട്ട് വീതിച്ചു പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ 2021 CPM സ്ഥാനാർത്ഥി എച്ച് സലാമിന് വോട്ട് കുറയുന്നത്. ഇവിടെയാണ് സുധാകരൻ പറയുന്നതിൻ്റെ ഒരു പ്രസക്തിയുള്ളത്. എന്നെ കൊടുക്കാൻ വേണ്ടി അന്വേഷണം അല്ല, ഇതിനകത്ത് മറ്റൊരു രസകരമായ കാര്യമുണ്ട്. ഈ സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പിൽ ആക്റ്റീവായി പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതാണ് എച്ച് സലാം അടക്കമുള്ളവർ ആരോപണം, സജി ചെറിയാൻ അടക്കമുള്ളവർ ആരോപിക്കുന്ന ആരോപണം. അപ്പോൾ പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ ഒരു 3 ഫൈൻഡിങ് ഈ സുധാകരനെതിരെ കൊണ്ടുവന്നിരുന്നു. അതിൽ നമുക്ക് ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, അമ്പലപ്പുഴയിൽ സലാമിനെ പരാജയപ്പെടുത്താൻ സുധാകരൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് പാർട്ടി അന്വേഷണ കമ്മീഷനെ കണ്ടെത്തൽ. പക്ഷേ അതിൻ്റെ ഒപ്പം അവർ ചേർത്ത് പറയുന്നത്, എന്നാൽ നേതാവിൻ്റെതായ ഇടപെടൽ വിജയത്തിനായിട്ട് സുധാകരൻ ഇറങ്ങി പ്രവർത്തിച്ചില്ല എന്നാണ് കമ്മീഷൻ്റെ കണ്ടെത്തൽ. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം ലഭിക്കുമെന്ന് സുധാകരൻ പ്രതീക്ഷിച്ചു. മാറ്റം ഉൾക്കൊണ്ട് നേതാവിൻ്റെതായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചില്ല. അപ്പോൾ സുധാകരൻ ഈ സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു, അത് കിട്ടാത്ത കൊണ്ടുള്ള നിരാശയിൽ അദ്ദേഹം മാറി നിന്നുമാണ് പാർട്ടി അന്വേഷണ കമ്മീഷൻ കണ്ടെത്തൽ. മറ്റൊന്ന്, മാറ്റത്തോടുണ്ടായ അസംതൃപ്തി സുധാകരൻ്റെ പെരുമാറ്റത്തിൽ നേളിച്ചു. സംസാര ഭാഷയിലും ശരീരഭാഷയിലും ഇത് പ്രകടമായി എന്നാണ്. ശരീരഭാഷയും ശരീരഭാഷയുമാണ് പ്രശ്നമായതെന്നാണ് പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തലുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിനുശേഷം സുധാകരനെ പരസ്യമായിട്ട് ശാസിക്കുന്നതൊക്കെ നമ്മൾ കണ്ടല്ലോ. പാർട്ടി സുധാകരനെ പരസ്യമായിട്ട് ശാസിക്കുന്നു. അതൊക്കെ ഒരു മുതിർന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം CPM കടുത്ത നടപടികളിൽ ശാസനകൾ എല്ലാവർക്കും EMS നമ്പൂതിരിപ്പാടിനുൾപ്പെടെ എതിരെ, VS അച്യുതാനന്ദനെതിരെയോ അതുപോലെ തന്നെ പിണറായി വിജയനെതിരെയൊക്കെ പാർട്ടിയിൽ നിന്ന് ശാസന ഉണ്ടായിട്ടുണ്ട്. അതൊരു സ്വാഭാവികമായൊരു നടപടി മാത്രമാണ്. പല ഘട്ടങ്ങളിലും പല മുതിർന്ന നേതാക്കന്മാർക്കുമെതിരെ ശാസന ഉണ്ടായിട്ടുണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ഇപ്പോഴും CPM സുധാകരനെ നേരിടുന്നത്. ഇപ്പോഴും പറയും സുധാകരൻ അധികാരത്തോടുള്ള ഭ്രമമാണ്. അല്ല, അതിൽ CPM പറയുന്നതിലൊരു കഥയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം ഇത്രയും കാലം MLAയും മന്ത്രിയുമായിരുന്ന ഒരാളാണ്. എല്ലാ അധികാരങ്ങളും കൊടുത്തു. ഇനി അദ്ദേഹത്തിന് വിശ്രമിക്കാനുള്ളൊരവസരമാണ്. അതുകൊണ്ട് അദ്ദേഹം പാർലമെൻ്ററി പ്രവർത്തനം മാത്രമല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഉത്തരവാദിത്വം, പാർലമെൻ്ററി ഇതര പ്രവർത്തനങ്ങളും വർഗ്ഗസമരം സംഘടിപ്പിക്കലാണല്ലോ. പുന്നപ്രയിലൊക്കെ വർഗ്ഗസമരം നടക്കും. അത് ആവർത്തിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും പാർലമെൻ്ററി ഇതര പ്രവർത്തനങ്ങൾ കൂടി ഉള്ളതാണ്. പിന്നെ എവിടെയാണെങ്കിലും ഒരു പാർട്ടി നേതാവിന്, പ്രവർത്തകന് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിയണം. പക്ഷേ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ CPMൻ്റെ സെക്രട്ടേറിയറ്റിലുണ്ടായിരുന്ന സുധാകരൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു ബ്രാഞ്ചിലാണ്, ജില്ലാ കമ്മിറ്റിയുടെ ബ്രാഞ്ചിലാണ് എത്തിയത്. അവിടുത്തെ അദ്ദേഹം പുറത്താണ്. അവിടുന്നാണ് അദ്ദേഹം പുറത്തു പോകുന്നത്. അപ്പോൾ ഇത്രയും മാത്രമല്ല, അദ്ദേഹത്തെ പലതരത്തിൽ അപമാനിക്കാനും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനും ഈ ആളുകൾ, സഹാക്കൾ ശ്രമിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നൊരു പരാതി. ഈ പുറത്താക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല, ഈ ബ്രാഞ്ചിൽ പോലും പ്രവർത്തിക്കാൻ, മാന്യമായി പ്രവർത്തിക്കാൻ അനുവദിച്ചില്ല. ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പുറത്തു പോകുന്നത്. മാത്രമല്ല, ഈ പാർട്ടി നേതൃത്വത്തിൻ്റെ, പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണം അതിനെ ചൊല്ലിയാണല്ലോ അവസാനം പ്രശ്നം ഉണ്ടാകുന്നത്. ഈ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ അതൊന്നും ആലോചിച്ചിട്ടില്ല, അതൊന്നും പരിഗണിച്ചിട്ടില്ല എന്നുള്ള ഒരു നിഷേധാത്മകമായൊരു മറുപടിയാണ് ജി സുധാകരനെ പെട്ടെന്ന് പ്രകോപിപ്പിക്കുകയും പുറത്തു പോകാനൊക്കെ ഈ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നതിലേക്കും എത്തിച്ചത്. എന്തായാലും ആ നിലയ്ക്ക് ഇപ്പോൾ സുധാകരൻ ഇപ്പം മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൻ്റെ പ്രാധാന്യം കേരളം ശ്രദ്ധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമായി അമ്പലപ്പുഴ മാറ്റി. ഇനി അമ്പലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നമ്മൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അവലോകനം ചെയ്യുന്ന സമയത്ത് തന്നെ കഴിഞ്ഞ 10 വർഷമായി LDF ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത്. അമ്പലപ്പുഴയിലും ഇതേപോലെ നമ്മൾ പറഞ്ഞ പോലെ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് ജയിച്ചു വരുന്നത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് അമ്പലപ്പുഴ മണ്ഡലത്തെ. സാധാരണ നിലയിൽ ഇടതുപക്ഷത്തിന് സ്കോപ്പില്ലാത്ത, അല്ല, UDFന് സ്കോപ്പില്ലാത്തൊരു മണ്ഡലമാണ്. അപ്പോൾ ഇടതുപക്ഷമാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. ഈ 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ ഒക്കെയാണ് മണ്ഡലത്തിന് മുന്നിലേക്ക് വയ്ക്കപ്പെടുക. അതിനോടൊപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു അസംതൃപ്തി സർക്കാരിനോട് നമ്മൾക്കെപ്പോഴും അറിയാം. സർക്കാർ ഇനിയിപ്പം എത്ര നല്ല ജനകീയ സർക്കാരാണെങ്കിലും കാലക്രമേണ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു അകൽച്ചയുണ്ട് അവിടെ. ആ ഒരു അകൽച്ചയുടെയൊക്കെ ഒരു പ്രതിഫലനമാണോ ഒരു പക്ഷേ തദ്ദേശ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കണ്ടതെന്ന് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം അടക്കമുള്ള ഒരു ഫാക്ടർ
ഇവിടെ കൃത്യമായിട്ട് പ്രതിഫലിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് നമുക്ക് തോന്നുന്നത് ഈ ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറുകയാണെങ്കിൽ ആർക്കാണ് കിട്ടുക എന്നുള്ളതാണ്. അത് UDFന് സ്ഥാനാർത്ഥിയില്ല. എനിക്ക് തോന്നുന്നു അമ്പലപ്പുഴയിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ, ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യം. ഉണ്ടെങ്കിൽ അത് മാത്രമായിരിക്കില്ല അമ്പലപ്പുഴയിൽ സംഭവിക്കാൻ പോകുന്നത്. പാർട്ടി വിരുദ്ധ വികാരം കൂടെ അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ പാർട്ടിക്കെതിരായി ഒരു വികാരം ആളുകൾക്കിടയിൽ ഉണ്ടെങ്കിൽ, പാർട്ടി പ്രവർത്തകർക്കും അനുഭാവികൾക്കും ഇടയിൽ ഉണ്ടെങ്കിൽ, ആ വികാരം കൂടി പ്രതിഫലിച്ചാൽ മാത്രമാണ് സുധാകരൻ അവിടെ ജയിക്കാൻ പറ്റുകയുള്ളൂ. അവിടെ എച്ച് സലാമും സുധാകരനും തമ്മിൽ മത്സരിക്കുമ്പോഴുള്ള ഒരു സംഗതി, 63 വർഷക്കാലമായി പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ഒരു മുതിർന്ന നേതാവും താരതമ്യേന അത്രയും പാരമ്പര്യമില്ലാത്ത പിന്നീട് വന്ന എച്ച് സലാമും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സ്ഥാനാർത്ഥിയുടെ ഒരു മികവ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ ഒരു സ്റ്റേച്ചർ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തുന്നത് സ്വാഭാവികമാണ്. അതോടൊപ്പം ഗവൺമെൻറ്റിനെതിരെയുള്ള വികാരമുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പാർട്ടിക്കെതിരായ വികാരമുണ്ടെങ്കിൽ, അത് പാർട്ടിക്കെതിരായ വികാരം എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിലെ പഴയ മുതിർന്ന പല നേതാക്കളിലും അല്ലെങ്കിൽ പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിലൊക്കെ വലിയ സ്വാധീനമുള്ള ആളാണ് ഇപ്പോഴും. പ്രത്യേകിച്ച് ഈ അമ്പലപ്പുഴ ഭാഗത്ത് പല പഞ്ചായത്തുകളിലും നിർണായകമായിട്ട് പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിൽ അത്യാവശ്യം സ്വാധീനമുള്ള ജനകീയനായൊരു നേതാവാണ്. പാർട്ടി പുറത്താക്കിയെന്നൊക്കെ പറയുമ്പോഴും പല സഖാക്കളും ജി സുധാകരന് അനുകൂലമായി പ്രതികരിച്ചില്ലെങ്കിലും നിശബ്ദമായി ജി സുധാകരനെ പിന്തുണയ്ക്കുന്ന ഒരു വലിയൊരു വിഭാഗം അവിടെ ഉണ്ടെന്നുള്ളത് ജി സുധാകരൻ തന്നെ പറയുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലെ പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, ഈ അദ്ദേഹത്തിനെതിരെ സമരം നടന്ന സമയത്ത് ഒരു സ്വതന്ത്രനായി എനിക്കെതിരെ ഇത്രയുമൊക്കെ കോലാഹലമൊക്കെ വേണമെന്ന് ചോദിച്ചുകൊണ്ട് ജി സുധാകരൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ ആ പോസ്റ്റിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന, എനിക്ക് തോന്നുന്നു അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത് തന്നെയായിരിക്കും. നിങ്ങൾ 5000 പേരുടെ പ്രതിഷേധമെന്നൊക്കെ പറഞ്ഞ് 1200 പേരാണല്ലോ വന്നത്. 3500 പേരോളം പാർട്ടി മെമ്പർമാരുള്ള ഒരു മണ്ഡലമാണല്ലോ. എത്ര പാർട്ടി മെമ്പർമാർ എനിക്കെതിരെ എത്തി, എത്ര ജനങ്ങൾ എനിക്കെതിരെ എത്തി, എത്ര പാർട്ടി അനുഭാവികൾ എനിക്കെതിരെ എത്തി എന്നൊരു ചോദ്യം, ഒരു ഒളിയമ്പ് പോലെ ജി സുധാകരൻ ഏതുകൊണ്ട് ജി സുധാകരൻ പറയാൻ ഉദ്ദേശിച്ചത് ഒരു പക്ഷേ ഈ ഒരു കാര്യമായിരിക്കുമല്ലോ. എനിക്ക് ഈ പാർട്ടിയിൽ ഇപ്പോഴും നല്ല ബന്ധമുണ്ട്, ഈ പാർട്ടിയുടെ താഴേക്കിടെയുള്ള സഖാക്കളുമായി എനിക്ക് അടുത്ത ആത്മബന്ധമുള്ള എനിക്ക് പരിചയമുള്ള ആളുകളുണ്ട്, അവരൊരു പക്ഷേ എന്നോട് ഇനി ഈ തെരഞ്ഞെടുപ്പിൽ ചേർന്ന് നിൽക്കുമെന്നുള്ളൊരു സന്ദേശം കൂടിയാണല്ലോ പാർട്ടിക്ക് മുമ്പിലേക്ക് ജി സുധാകരൻ വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എനിക്കത് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. ഇനി അമ്പലപ്പുഴയിലെ ഈ സുധാകരൻ്റെ വ്യക്തിപ്രഭാവത്തോടൊപ്പം കണക്കുകൾ കൂടെ പരിശോധിച്ചാൽ UDFന് അനുകൂലമായ ചില സാഹചര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ് അമ്പലപ്പുഴ. പക്ഷേ ഈ പല തവണ LDF ആണ് കഴിഞ്ഞ 4 ടേമായി തുടർച്ചയായി ജയിച്ചു വരുന്നതെങ്കിൽ പോലും അതിനുശേഷം നടന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് KC വേണുഗോപാലാണ് അവിടെ നിന്ന് വിജയിച്ച MP ആയി വിജയിച്ചയാൾ. അത് കേരളത്തിലെ 18 മണ്ഡലങ്ങളിലും അവരാണ് ജയിച്ചത്. ആ നിലയിൽ സ്വാഭാവികമായൊരു മുന്നേറ്റം അവർക്കുണ്ട്. ഈ മണ്ഡലത്തിൽ, അമ്പലപ്പുഴ മണ്ഡലത്തിൽ മാത്രം അദ്ദേഹത്തിൻ്റെ KC വേണുഗോപാലിൻ്റെ ലീഡ് പരിശോധിച്ചാൽ 14,555 വോട്ടിൻ്റെ ലീഡ് KC വേണുഗോപാൽ നേടിയിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ അതിനുശേഷം 2025 കഴിഞ്ഞ വർഷം നടന്ന അവസാനത്തോടു കൂടി നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ആലപ്പുഴയിൽ വലിയ തോതിലുള്ള ഒരു UDFൻ്റെ ഒരു മുന്നേറ്റം. ആലപ്പുഴ സാധാരണ നമ്മൾ കണ്ണൂരിനെ കുറിച്ചൊക്കെ പറയുന്നത് പോലെ ഒരു ചുവപ്പിൻ്റെ ഒരു കോട്ടയായി കരുതപ്പെട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ആലപ്പുഴ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പുന്നപ്ര വയലാറ് തുടങ്ങി അനേകം സമരങ്ങൾ, വലിയ സമരങ്ങൾ നടന്ന ഒരു പ്രദേശമാണ്, സമരങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ്. പക്ഷേ അതേ ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് ആ പുന്നപ്ര വയലാർ സമരത്തിൻ്റെ നേതാവായിരുന്ന VS അച്യുതാനന്ദനെ അതേ പാർട്ടിയുടെ ആളുകൾ തന്നെ തോൽപ്പിച്ചതെന്നുള്ളൊരു ചരിത്രം കൂടിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരാളെ തോൽപ്പിക്കാനും ഇല്ലാതാക്കാനും മടിയില്ല എന്നുള്ളത് കൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. അപ്പം അത് VS അച്യുതാനന്ദന് പിന്നീട് മുഖ്യമന്ത്രിയാകാനും പിന്നീട് പാർലമെൻ്ററി ഇതിലേക്ക് വരാനും അദ്ദേഹത്തിന് പാലക്കാട് ജില്ലയിലെ മലമ്പുഴ മണ്ഡലത്തിലേക്ക് പോകേണ്ടി വന്നു. ആലപ്പുഴയിൽ അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള ഒരു ധൈര്യമില്ല എന്ന അവസ്ഥ വന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ കൂടി ഈ പറയുന്ന മണ്ഡലത്തിലുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ഇതിലൊക്കെ അസംതൃപ്തിയും അതൃപ്തിയും ഒക്കെ ഉള്ള ആളുകൾ ധാരാളമായി പാർട്ടി പ്രവർത്തകരുണ്ട്. ഇത് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെയോ തരത്തിൽ ഇത് പ്രതിഫലിച്ചിട്ടുണ്ടെന്ന് ആണ് എനിക്ക് തോന്നുന്നത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പരിശോധിക്കുമ്പോഴും പലതരത്തിൽ നമുക്ക് UDFന് മുൻകൈ നേടുന്നത് നമുക്ക് കാണാൻ കഴിയും. അതൊന്ന് കണക്കുകളൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിലൊരു സാഹചര്യത്തിൽ ഒരു 3-2 എന്നുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ, അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ UDF, അതായത് UDFൻ്റെ ഭരണത്തിലേക്ക് എത്തിയത് 2 പഞ്ചായത്തുകളിലാണ്.
3 പഞ്ചായത്തിൽ ഇപ്പോഴും LDF ആണ്. പക്ഷേ എങ്കിലും ഈ മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ആലപ്പുഴ നഗരസഭയുടെ 25 വാർഡുകൾ ഉൾപ്പെട്ടതാണ് ഈ മണ്ഡലം. ഈ വാർഡുകളിൽ എത്ര വാർഡുകളിലാണ് LDF UDFും മേൽക്കൈ നേടിയത്? അങ്ങനെ നമ്മൾ പരിശോധിക്കുന്നതായിരിക്കും കുറച്ച്. അങ്ങനെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന LDFിനുണ്ടായിരുന്ന മുൻതൂക്കം ഈ കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നഷ്ടപ്പെട്ടു. 25-ൽ 20 വാർഡുകളോളം ഏകദേശം LDFിനുണ്ടായിരുന്നു. നമുക്കൊന്ന് പരിശോധിച്ചാലോ? തീർച്ചയായിട്ടും. അമ്പലപ്പുഴ വാർഡ്, അതായത് ജില്ലാ പഞ്ചായത്തിലെ അമ്പലപ്പുഴ വാർഡിൽ ഇപ്പോൾ UDF ആണ് പ്രതിനിധീകരിക്കുന്നത്. അമ്പലപ്പുഴ ബ്ലോക്കിലേക്ക് വന്നാൽ അവിടെ UDFന് 8ഉം LDFന് 5ഉം NDAക്ക് 1ഉം എന്നിങ്ങനെയാണ് ഒരു നില. അത് അവിടെയും UDF ആണ് മുൻപിൽ നിൽക്കുന്നത്. ഇനി മറ്റ് പഞ്ചായത്തുകളിലേക്ക് പോവുകയാണെങ്കിൽ അമ്പലപ്പുഴ നോർത്ത് UDF 3 സീറ്റ്, LDF 9, മറ്റുള്ളവർ 7. അതായത് അവിടെ LDF ആണ് ഭരിക്കുന്നത്, എങ്കിലും UDFന് സ്വാധീനമുള്ളൊരു പഞ്ചായത്തായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. അമ്പലപ്പുഴ സൗത്തിലേക്ക് വന്നാൽ UDF 5, LDF 7, NDA 4 എന്നിങ്ങനെ ഒരു കണക്കിലാണ്. ഇവിടെ LDF ആണ് ഭരിക്കുന്നത്. NDA ഇവിടെ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ പുന്നപ്ര നോർത്തിലേക്ക് പോവുകയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വലിയ രീതിയിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പഞ്ചായത്താണ്. പുന്നപ്ര നോർത്തിലേക്ക് പോകുമ്പോൾ UDF 3, LDF 10, NDA 6 എന്നിങ്ങനെയാണ്. UDF കാര്യമായിട്ട് നേട്ടമില്ലെങ്കിൽ LDFന് മുന്നോട്ട് നിൽക്കുന്ന മണ്ഡലമാണ്. പുന്നപ്ര സൗത്തിലേക്ക് വന്നാൽ UDFന് 11, LDFന് 4, NDA 4. നേരെ തിരികെയാണ്. UDFനാണ് വലിയ രീതിയിൽ UDF ഭരിക്കുന്ന പഞ്ചായത്താണ്. UDFന് വലിയ രീതിയിൽ മുൻതൂക്കമുള്ളൊരു പഞ്ചായത്താണ്. വീണ്ടും നമ്മൾ പുറക്കാടിലേക്ക് പോവുകയാണെങ്കിൽ UDF 9, LDF 6, NDA 3 എന്നിങ്ങനെ രീതിയിലാണ്. ഈ പുറക്കാട് പഞ്ചായത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ LDFിൽ നിന്ന് UDF പിടിച്ചെടുത്ത പഞ്ചായത്താണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു UDF തരംഗം, ഒരു UDFന് കൃത്യമായൊരു ബേസ് UDFനാണെങ്കിലും NDAയുടെ സീറ്റ് വർധനയും വോട്ട് വർധനയും ചൂണ്ടിക്കാണിക്കുന്നത് LDFിൻ്റെ വോട്ട് ബേസിൽ കാര്യമായ ഇടിവുണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതുതന്നെയാണ് ഈ ആലപ്പുഴ നഗരസഭയുടെ ഈ ഭാഗമായ ഈ അമ്പലപ്പുഴ മണ്ഡലത്തിൽപ്പെട്ട വാർഡുകളുടെയും കാര്യത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ LDFന് ലഭിച്ചതിനെ അപേക്ഷിച്ച് പകുതി സീറ്റുകൾ മാത്രമാണ് ഇത്തവണ കിട്ടിയിട്ടുള്ളത്. അമ്പലപ്പുഴ നഗരസഭയുടെ 20 മുതൽ 44 വരെയുള്ള വാർഡുകളിൽ. അപ്പോൾ അവിടെയും ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് മാറ്റിവെക്കാം, അത് വേറൊന്ന് തന്നെയാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇല്ലയോ അങ്ങനെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അതേപടി വരണമെന്നില്ല. പക്ഷേ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പാർട്ടിയുടെ വളരെ ബേസായിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ച് വോട്ടുകളാക്കി മാറ്റുന്ന തിരഞ്ഞെടുപ്പാണ് തദ്ദേശഭരണ തിരഞ്ഞെടുപ്പുകൾ. സാധാരണ നിലയിൽ എല്ലാ തദ്ദേശഭരണ തിരഞ്ഞെടുപ്പുകളിലും അതിനു മുമ്പ് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലോ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിലോ ഫലങ്ങൾ എന്തു തന്നെയായാലും അത് UDFന് അനുകൂലമായാലും തദ്ദേശഭരണ തിരഞ്ഞെടുപ്പിൽ മിക്കവാറും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ LDFന് അനുകൂലമായ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഒരു വശത്ത് UDFൻ്റെ സീറ്റുകൾ വർദ്ധിക്കുന്നു, NDAയുടെ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴും വലിയ നേട്ടമുണ്ടാക്കാൻ ഈ പറയുന്ന ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലും ഈ അമ്പലപ്പുഴയിലും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ കാണേണ്ടതുണ്ട്. എന്ന് പറഞ്ഞ ഈ സാധനം ഒന്ന് സമപ്പ് ചെയ്താലേ ശരിക്കും പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ UDFൻ്റെ നേട്ടം, തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ UDFൻ്റെ നേട്ടം. അത് കഴിഞ്ഞ് നമ്മൾ മറ്റൊരു കാര്യം പരിശോധിച്ചാൽ NDAനെ സംബന്ധിച്ച് വലിയ രീതിയിൽ NDA അവരുടെ ഭൂരിപക്ഷം അല്ലെങ്കിൽ അവരുടെ വോട്ട് ഷെയർ ഉയർത്തിക്കൊണ്ട് വരുന്നു. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം CPMനെ സംബന്ധിച്ചിടത്തോളം വോട്ട് ഷെയർ കുറയുന്നു. വിജയിച്ച പഞ്ചായത്തിൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 5 പഞ്ചായത്തിൽ പല പഞ്ചായത്തുകളിലും ഭരണത്തിലെത്തിയെങ്കിലും ഈ CPMനെ സംബന്ധിച്ചിടത്തോളം വോട്ട് ഷെയർ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും 8 തൊട്ട് 10% വരെ വോട്ട് ഷെയർ കുറഞ്ഞതായാണ് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. സുധാകരൻ മാറിയപ്പോൾ ആ മണ്ഡലത്തിലെ ഭൂരിപക്ഷം കുറഞ്ഞു. അപ്പോൾ ഇപ്പോൾ എച്ച്സലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സുധാകരൻ്റെ പകുതി വോട്ടാണ്. അത് പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും സുധാകരൻ ഇനി കാല് വാരിയതാണെങ്കിലും അങ്ങനെയാണ് എന്ന് തന്നെ കരുതുക. എന്നാൽ പോലും അത്രയും ഒക്കെ വ്യക്തിപ്രഭാവമുള്ള ഒരാളായിട്ട് സുധാകരൻ മാറി നിൽക്കുന്നു. നമ്മൾ ഈ പറയുന്ന പോലെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും പാർട്ടിക്ക് ഇത്തരത്തിലുള്ളൊരു തിരിച്ചടി നേരിടുന്നു. അപ്പോൾ മൊത്തത്തിൽ CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു റിവൈവ് ചെയ്തു വരിക, അല്ലെങ്കിൽ ഒന്നുകൂടെ ഒരു തിരിച്ചു വരലിൻ്റെ പാതയിലേക്ക് സ്വയം അവതരിപ്പിക്കേണ്ട ഒരു മണ്ഡലം കൂടിയായിട്ട് അമ്പലപ്പുഴ മാറുകയാണ്. എച്ച്സലാമിൻ്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്നതാണ്. CPMനെ പുതിയ രീതിയിൽ പുതിയ ഊർജ്ജത്തോടു കൂടി പുതിയ ഒരു ടാക്ടിക്സോട് കൂടി ഇത് അവതരിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്തം, വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണെന്നാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ച് ഒരു മുതിർന്ന നേതാവ് അപ്പുറത്തുനിന്ന് വെല്ലുവിളിക്കുക കൂടിയാണ്. അപ്പോൾ ഈ ഒരു പൊളിറ്റിക്കൽ സാഹചര്യം മാത്രമല്ല പുന്നപ്രയുടെ മണ്ണ് തിരിച്ച് നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളത് അത് വലിയൊരു ഇടതുപക്ഷത്തിൻ്റെ ഒരു വലിയ അഭിമാന പോരാട്ടം കൂടിയാണ്. അപ്പം CPMനെ സംബന്ധിച്ചിടത്തോളം പുന്നപ്ര വലിയ രീതിയിലുള്ള ചരിത്ര പ്രാധാന്യമുള്ള
ഒരു സ്ഥലമാണ്. സ്ഥലം ഉൾക്കൊള്ളുന്ന അമ്പലപ്പുഴ ആവട്ടെ അതിനേക്കാൾ വലിയ അഭിമാനത്തിൻ്റെ പോരാട്ടം നടത്തേണ്ട ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടിക്ക് പുറത്തു പോയി പാർട്ടിയോട് തന്നെ മത്സരിക്കുന്ന മുതിർന്ന നേതാവായിട്ടുള്ള ജി സുധാകരൻ നിൽക്കുന്നു. ഇപ്പുറത്ത് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി രംഗത്തിറങ്ങുന്നു. അപ്പോൾ വലിയ രീതിയിലുള്ളൊരു പോരാട്ടം CPM പാർട്ടിയിൽ ഉള്ളിലെ ഒരു ഉൾപാർട്ടി കലഹം പുറത്തു വരികയും അത് തന്നെ വലിയ രീതിയിൽ പരസ്പര മത്സരത്തിൻ്റെ രംഗത്തേക്കൊക്കെ എത്തിക്കുകയൊക്കെ ചെയ്യുന്ന വലിയ നാടകീയമായ കാഴ്ചകൾക്കാണ് അമ്പലപ്പുഴ സാക്ഷ്യം വഹിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും അമ്പലപ്പുഴയിൽ നടക്കാൻ പോകുന്നത് ചൂടേറിയ ഒരു പോരാട്ടം തന്നെയായിരിക്കും. അതിൻ്റെ ഫലമോ ഒരുപക്ഷെ പ്രവചനാതീതമായിരിക്കുമെന്ന് കൂടിയാണ് നമുക്ക് കരുതുന്നത്. മറ്റൊരു മണ്ഡലത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.